നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ റയൽ മാഡ്രിഡിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. റായോ വല്ലക്കാനോയാണ് റയലിനെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം മത്സരത്തിൽ നേടുകയായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹൊസൈലു റയൽ മാഡ്രിഡിന് ലീഡ് നേടിക്കൊടുത്തുവെങ്കിലും പിന്നീട് പെനാൽറ്റിയിലൂടെ റായോ വല്ലക്കാനോ സമനില പിടിച്ചെടുക്കുകയായിരുന്നു. പിന്നീട് ഈ മത്സരത്തിൽ ഗോളുകൾ ഒന്നും പിറക്കാതെ പോവുകയായിരുന്നു. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടികളുടെ മത്സരമാണ്. കിരീട പോരാട്ടത്തിൽ ഒന്നാമത് നിൽക്കുന്ന റയൽ മാഡ്രിഡ് രണ്ട് വിലപ്പെട്ട പോയിന്റുകളാണ് ഇന്നലത്തെ ഈ ഒരു മത്സരത്തിൽ നഷ്ടപ്പെടുത്തിയത്. മാത്രമല്ല, മത്സരത്തിന്റെ അവസാനത്തിൽ അവരുടെ സൂപ്പർ താരമായ ഡാനി കാർവഹൽ റെഡ് കാർഡ് വഴങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം കാർവഹലിന് കളിക്കാൻ കഴിയില്ല. കൂടാതെ മത്സരത്തിൽ കമവിംഗക്ക് യെല്ലോ കാർഡ് ലഭിച്ചിരുന്നു. ഇതോടെ നിശ്ചിത എണ്ണം യെല്ലോ കാർഡുകൾ വഴങ്ങിയ കമവിംഗക്ക് അടുത്ത മത്സരത്തിൽ സസ്പെൻഷനാണ്, പുറത്തിരിക്കേണ്ടി വരും. ഈ രണ്ട് താരങ്ങളും സെവിയക്കെതിരെയുള്ള അടുത്ത ലീഗ് മത്സരത്തിൽ ഉണ്ടാവില്ല. മാത്രമല്ല, പരിക്ക് കാരണം പ്രതിരോധ നിരയിലെ പല താരങ്ങളെയും നേരത്തെ തന്നെ റയലിന് നഷ്ടമായിട്ടുണ്ട്. കോർട്ടുവ, മിലിറ്റാവോ, അലാബ, ബെല്ലിംഗ്ഹാം എന്നിവരൊന്നും അടുത്ത മത്സരത്തിന് ഉണ്ടാവില്ല, പരിക്കാണ്. മാത്രമല്ല, റൂഡിഗറുടെ കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ ഒരു പരിക്കുകളും സസ്പെൻഷനും റയൽ മാഡ്രിഡിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ റയൽ ഒന്നാം സ്ഥാനത്താണ് തുടരുന്നത്. 25 മത്സരങ്ങളിൽ നിന്ന് 62 പോയിന്റാണ് അവർക്കുള്ളത്. വരുന്ന ഞായറാഴ്ചയാണ് റയൽ മാഡ്രിഡും സെവിയയും തമ്മിലുള്ള ലാലിഗ മത്സരം നടക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.